ഹലോ, അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഞാനിത് നിങ്ങൾക്കായിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. സ്വിങ് മെഷീനാണ് ഓർഡർ ചെയ്തത്, അതായത് മിനി ഇലക്ട്രിക് സ്വിങ് മെഷീൻ അങ്ങനെ പറയണത്. ചെറിയ കുഞ്ഞു മെഷീനാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ഒരു കൊതിക്ക് ഓർഡർ ചെയ്തതാണ്. എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ വേഗം അത് പൊട്ടിച്ച് നോക്കി. പിന്നെ കുറേ നേരത്തേക്കൊന്നും നിന്നില്ല, കിട്ടിയപ്പോൾ തന്നെ അത് വേഗം പൊട്ടിച്ചൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊന്നും കളയാണ്ട് പെട്ടെന്ന് തന്നെ ഞാനതൊക്കെ അതിങ്ങനെ ഈ കുഞ്ഞു മെഷീന് ഓൺലൈനിൽ കണ്ടപ്പോൾ അത് വിചാരിച്ച് ഇത് വർക്കാണോ, വെറുതെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു ഒരെണ്ണം ഓർഡർ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഓർഡർ ചെയ്തതാണ്. എനിക്ക് മെഷീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഞ്ഞു മെഷീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ നല്ല എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നല്ല പാക്കിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല പാക്കിങ് കാര്യങ്ങൾ. ഞാനിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ ലിങ്കിൽ കയറിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത് സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ 500 രൂപ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ചിലത് സ്പാമായിരിക്കും, അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല. ജസ്റ്റ് അത് കാർഡ് എടുത്ത് കാണിച്ചെന്നുള്ളൂ. അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാൻ നിൽക്കണുണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അൺബോക്സിങ് എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചതിനും അടിപൊളി എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര കുഞ്ഞു മെഷീനാണ് കേട്ടോ, ഭയങ്കര കുഞ്ഞു മെഷീനാണ്. സ്വിങ് മെഷീൻ എന്ന് പറയണത് വെറുതെ അല്ല, ഭയങ്കര കുഞ്ഞു മെഷീനാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നല്ല രസമുണ്ട്. അത് കാണാൻ തന്നെ നമുക്കിപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും അത് നല്ലൊരു ഭംഗിക്കാണെങ്കിലും നമുക്കങ്ങനെ വെക്കാൻ തോന്നും. അങ്ങനത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ കുഞ്ഞൊരു മെഷീനാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കണം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അതിനെ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡും ഉണ്ട്. പിന്നെ എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വർക്കാവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ പറ്റുമോ, ചെറിയ ഇതിൽ കാണിക്കേണ്ടതൊക്കെ വെറുതെ ആണോ, അങ്ങനെയൊക്കെ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ തുണിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. അവർ ഡെമോ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചിലപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരിക്കും. അവർ അയക്കാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കൂല വർക്കിംഗ് ആണോ എന്നൊക്കെ. ഇതിൽ ചൈനയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. ചൈനയുടെ പ്രൊഡക്റ്റാണ്. വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇതിന് ബാക്കിൽ ബാറ്ററിയുടെ ഒരു സംഭവം ഉണ്ട്. ഞാനത് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊന്നും ഒന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ ഇതിനൊരു മോട്ടർ, വർക്ക് ചെയ്യണ മോട്ടർ, പിന്നെ ചാർജർ, മറ്റേ ബാറ്ററിയിൽ ഉപയോഗിക്കാം, ചാർജറിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടാണ് ആ മെഷീനിൻ്റെ മെയിൻ പാർട്ടെന്ന് പറയണത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബോക്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഗൈസ്. എന്താന്ന് വെച്ചാൽ കുറേ നൂലുണ്ടായിരുന്നു. കുറേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ നൂല് വാങ്ങണം. മെഷീൻ ഉപയോഗിക്കുന്ന കാലം വരെ നമുക്ക് നൂല് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. പിന്നെ കത്രികയുണ്ട്, കുഞ്ഞ് കത്രികയാണെന്നുള്ളൂ, എന്നാലും കുഞ്ഞൊരു കത്രികയുണ്ട്, പല കളർ നൂലുണ്ട്. അതായത് എനിക്ക് തോന്നണത് ഈ മെഷീൻ വർക്ക് ചെയ്യണ കാലത്തോളം ഉപയോഗിക്കാനുള്ള നൂല് അവർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൂല് അന്വേഷിച്ച് കിടക്കണ്ട, നൂലുണ്ട്. പിന്നെന്താ,
ഞാൻ ഈ നൂല് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലായി. പിന്നെ അതിൻ്റെ എന്താ പറയുക, സൂചി ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചി, ടേപ്പ്, പിന്നെന്താ കുറേ പിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബട്ടൺസൊക്കെ എന്തിനാണെന്ന് ഞാൻ ആലോചിക്കണേ. ബട്ടൺസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പിന്നുണ്ടായിരുന്നു, വലിയ വലിയ പിന്നുകൾ. ചെറിയ പിന്നായിരുന്നെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്നായിട്ട് അതിന് ഉപയോഗിക്കാം. ഇത് വലിയ പിന്നെന്തിനായിരുന്നാവും. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയൂല. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഇതെന്തിനാ എന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ വല്ല നൂല് കുത്തിയെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ കണ്ടില്ലേ ഗൈസ്, അവിടെ ബാറ്ററി ഇടണ ഭാഗമാണ്. അത് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് ഓപ്പൺ ആവണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബലം പ്രയോഗിച്ചില്ല, ഞാൻ അവിടെ വിട്ട് കളഞ്ഞു. പിന്നെന്താ, ഈ മെഷീൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ സെറ്റിങ്സ്. അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ ഈ സ്വിങ് മെഷീൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, വീക്ഷിച്ചിട്ടിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ നൂലും കാര്യങ്ങളൊക്കെ ഇവർ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് തന്നത്. അത് നന്നായി എന്തായാലും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം ഇത് നമ്മൾ സാധാരണ നൂലല്ലേ വെക്കൽ. ഇത് നൂലല്ല, മറ്റേ ബോബിനിലാണ് കണക്ട് ചെയ്തിട്ട് നൂല് നിറച്ചിട്ട് തയ്ക്കണത്. അല്ലാണ്ട് മറ്റേ സാധാ മെഷീനിൽ തയ്ക്കണ പോലെയല്ല. ഇത് നേരെ തിരിച്ച് ബോബിനിൽ കൂടെയാണ് തയ്യൽ വന്നത്. പിന്നെ ഈ ഒരു കണക്റ്റിങ് സാധനം ഇതങ്ങനെ ഇരിക്കണുണ്ടായിരുന്നില്ല. ഇത് ഫ്ലോപ്പാണ് കേട്ടോ, സത്യം പറയാലോ. ആ ഒരു കണക്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വിട്ട് പോരായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കണുണ്ടായിരുന്നു, സെറ്റായിട്ട് ഇരിക്കണുണ്ടായിരുന്നില്ല. അതൊരു ഫ്ലോപ്പാണ്. പക്ഷേ ഞാനത് വെക്കാൻ നോക്കി, പക്ഷേ സെറ്റാവും, പിന്നെ അങ്ങനെ അങ്ങോട്ട് ഊരിപ്പോകും. നമുക്കിതിൻ്റെ കൂടെ കിട്ടണതല്ലേ. പിന്നെ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല അല്ലേ. വില വെറും 1200 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. വെറും 1200 രൂപയ്ക്ക്. വലിയ വിലയുടെ ഐറ്റം ഒന്നുമല്ല. വെറും 1200 രൂപയ്ക്ക് നമുക്ക്. ഞാൻ ഈ ഐറ്റം വാങ്ങിയത് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് മറ്റേ ക്രഞ്ചീസ് തയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ക്രഞ്ചീസ്. അപ്പോൾ അത് തയ്ക്കണമെങ്കിൽ വലിയ മെഷീനായിട്ട് നമുക്ക് വാങ്ങണേക്കാളും ഭേദം ഇങ്ങനെ ചെറിയ സ്വിങ് മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി കാശ് മുടക്കണ്ട. ഇത് ചെറിയ രീതിക്ക് നമുക്ക് തയ്ക്കാം. ക്രഞ്ചീസ് ആകുമ്പോൾ ചെറിയ മെറ്റീരിയലല്ലേ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഇത് ട്രൈ ചെയ്തത്. ഞാനത് കണക്ട് ചെയ്ത് തയ്ക്കാൻ നോക്കി, അപ്പം നൂല് വിട്ടുപോയി. പിന്നെ ഇത് തയ്ക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് തയ്ക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗണ്ട് ഞാൻ കേൾപ്പിച്ചില്ലേ, അതേപോലെ നല്ല സൗണ്ട് ഉണ്ട്. തയ്ക്കുമ്പോൾ നല്ല സൗണ്ടും ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ് കേട്ടോ. സ്റ്റിച്ച് കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത് നോക്കിയത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ഇട്ടതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ ആ തുണിയിൽ തന്നെ ഇട്ട് ഞാൻ അങ്ങോട്ടും ജസ്റ്റ് തയ്ച്ച് നോക്കുന്നത്. ഞാൻ കൈ വെച്ചാണ് മോട്ടർ ഇതാക്കിയത്, അതുകൊണ്ടാണ്. ഞാൻ താഴെ വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ തറയിലാണ് കേട്ടോ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ഇങ്ങനെ മേളിൽ വെച്ചിട്ട് സാധാ തയ്ക്കണ പോലെ തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചു. തയ്യലൊക്കെ ഓക്കെയാണ് കേട്ടോ, തയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്, സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. സ്റ്റിച്ച് നല്ലതാണ്. ഈ മെഷീനിൻ്റെ റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല,
നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടാവുമല്ലോ, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ്. ഇത്രയും വില കുറച്ച് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വില കുറച്ചൊന്നും ഈ മെഷീൻ കിട്ടില്ല, ഈ മെഷീനൊന്നും കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലിങ്ക് കയറിയിട്ട് വാങ്ങാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്കെന്തായാലും ഈ ഒരു മെഷീൻ ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ടാണ്, ഈ ഒരു വിലയ്ക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെറും 1200 രൂപയായിട്ടുള്ളൂ ഗൈസ്. ഈ വിലയ്ക്ക് എന്തായാലും കിട്ടൂല. നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തയ്ച്ചെടുക്കാനും ഒക്കെ പറ്റും. വലിയ രീതിയിലൊന്നും തയ്ക്കാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനും ഒക്കെ ചിലവർക്കൊക്കെ ഇങ്ങനെ മെഷീൻ വാങ്ങാനുണ്ട്, പക്ഷേ വാങ്ങാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ വില കുറച്ച് കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറി നോക്കുക, അതിൽ നിന്ന് ചെക്ക് ചെയ്ത് വാങ്ങാം. നമുക്ക് ഈ പ്രോഡക്റ്റ് ഇത്രയും വില കുറച്ച് ഓൺലൈനിൽ മാത്രം കിട്ടുള്ളൂ ഗൈസ്. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാലൊന്നും ഇത്രയും വില കുറച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. പേഴ്സണലി എനിക്ക് തോന്നണില്ല. ഞാൻ ഷോപ്പിലൊന്നും പോയി ചോദിച്ചിട്ടുമില്ല, അത് വേറെ കാര്യം. ഷോപ്പിൽ പോയി ചോദിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഷോപ്പിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ വിലയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഷോപ്പിലൊന്നും പോയി നോക്കിയിട്ടില്ല, ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തു, എനിക്ക് വാങ്ങാൻ തോന്നി, അങ്ങനെ വാങ്ങി നോക്കിയതാണ്. വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചെറിയ ഉള്ളിലൊരു പേടിയുണ്ട്. 1000 രൂപ 1200 രൂപ പോകുമോ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കണക്ഷൻ വന്നത് ഇങ്ങനെയാണ് കേട്ടോ. താഴെ 2 പിന്ന് വന്നത്, ഒരെണ്ണം നമ്മുടെ കൺട്രോൾ മെഷീൻ, അതായത് മോട്ടർ. പിന്നെ ഇവിടെയാണ് നമ്മൾ ബോബിൻ ചുറ്റണ സ്ഥലം. എനിക്കറിയില്ലായിരുന്നു, ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് ആ ഒരു സംഭവം കണ്ടുപിടിച്ചത്. പിന്നെ നൂല് വെക്കണത് ഇതൊക്കെ താന്ന് ഉള്ളിലോട്ടായിട്ട് ഇരിക്കണമായിരുന്നു. ഞാൻ എന്നിട്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് അതങ്ങനെ പുറത്തോട്ടാക്കി എടുത്തത് കേട്ടോ. അതിങ്ങനെ ഉള്ളിലോട്ട് പതിഞ്ഞിരിക്കുന്ന സംഭവമായിരുന്നു. ഞാനിട്ട് യൂട്യൂബ് നോക്കി അതങ്ങനെ തിരിച്ചപ്പോഴാണ് അതങ്ങനെ പുറത്തോട്ട് വന്നത്. ബോബിൻ നമുക്ക് നൂല് ചുറ്റാനായിട്ടുള്ള ഭാഗം വരുന്നത്. പിന്നെ ഇത് മോട്ടർ, അവിടെ ഇങ്ങനെ പിന്നെ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കുറേ ബട്ടൺസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങാൻ ആഗ്രഹമുള്ളവർ, വാങ്ങാൻ താല്പര്യമുള്ളവർ ലിങ്ക് കയറി വാങ്ങാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.